നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്മാർട്ട് സിറ്റി റോഡ് വിവാദത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം. നേതാക്കളെ സംശയത്തിൽ നിർത്തുന്ന മന്ത്രിയുടെ പരാമർശം അപക്വമാണ്. പ്രതികരണങ്ങളിൽ മന്ത്രി ജാഗ്രത പുലർത്തിയില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. റോഡ് തകർന്നതിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ പരാതി ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിലായിരുന്നു കടകംപള്ളിയുടെ വിമർശനം. ഇതിന് മറുപടി എന്നോണം ആകാശത്ത് റോഡ് നിർമ്മിച്ചിട്ട് താഴെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, റോഡിൽ തന്നെ നടത്തണം. എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം നടത്തി ചിലത് നടത്താതെ പോയാൽ അപ്പോൾ വരുന്ന ചർച്ച എന്തുകൊണ്ട് നടത്തുന്നില്ല? നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പല റോഡുകളും എന്നാണ്. ഇപ്പോൾ എല്ലാവരും ചേർന്ന് പ്രവൃത്തി നടത്തുന്നു. ഇത് ചിലർക്ക് പിടിക്കുന്നില്ല, അതാണ് പ്രശ്നം. ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു. കരാറുകാരനെ പിരിച്ചുവിട്ടതിൽ ചിലർക്ക് പൊള്ളിയിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടെന്നായിരുന്നു റിയാസ് പ്രതികരിച്ചത്. പൊതുയോഗത്തിലെ റിയാസിന്റെ പ്രതികരണത്തിൽ CPIM ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. താൻ ഉദ്ദേശിച്ചത് കടകംപള്ളിയോ മറ്റു നേതാക്കളെയോ ആയിരുന്നില്ലെന്ന പ്രതികരണവുമായി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായത്. അതേസമയം വിനോദസഞ്ചാരികളുമായി എത്തുന്ന ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്നും ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ഉടനെ തന്നെ കേരളത്തിലെ ടൂറിസ്റ്റ് ടാക്സി തൊഴിലാളികളുടെ പ്രശ്നം ഗൗരവത്തോടെ പരിഗണിക്കുകയും ഉന്നതതല യോഗം ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ ചില ഇടങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്ന സ്ഥിതിയുണ്ട്. വിനോദസഞ്ചാരികളുമായി എത്തുന്ന ഡ്രൈവർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള സൗകര്യങ്ങൾ ഹോട്ടലുകളിൽ ഉണ്ടാകണം എന്നതാണ് ടൂറിസം വകുപ്പിന്റെ നിലപാട്. ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന നിർദ്ദേശം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 10 ഉച്ചയ്ക്ക് 12 യോഗം ചേരുകയെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശങ്ങൾ പൊതുമരാമത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുമെന്നും PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ മേഖലയെ സജീവമാക്കി നിർത്തുന്നതിന് 1000 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ ദേശീയപാത വികസനം ത്വരിതഗതിയിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന പാതകളുടെ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ ജില്ലാ ആസ്ഥാനങ്ങളെ മറ്റു പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ വികസനത്തിനും പരിപാലനത്തിനും 75 കോടി രൂപയും വകയിരുത്തി. ഗതാഗത ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലകളിലെ പ്രധാന റോഡുകളുടെ വികസനത്തിന് 288.27 കോടി രൂപ അനുവദിച്ചതും സ്വാഗതാർഹമാണ്. ഇതിനു പുറമെ നിലവിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന 517.45 കിലോമീറ്റർ ദൈർഘ്യമുള്ള 37 റോഡുകൾക്കായി 61.85 കോടി രൂപയും നൽകിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന സംസ്ഥാന പാതകളിലെ പാലങ്ങൾ, കലുങ്കുകൾ എന്നിവയുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനുമായി 50 കോടി രൂപ അനുവദിച്ചു. നബാർഡ് സഹായത്തോടെ പൂർത്തീകരിക്കുന്ന പാലങ്ങളുടെ നിർമ്മാണത്തിന് 95 കോടി രൂപയും ജില്ലാ റോഡുകളിലെ പാലങ്ങൾക്ക്, കലുങ്കുകൾക്കുമായി 66 കോടി രൂപയും വകയിരുത്തി. നിലവിലുള്ള പാലങ്ങളുടെ പുനഃസംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 25 കോടി രൂപയും നൽകിയിട്ടുണ്ട്. 236 കോടി രൂപയാണ് ഈ ഇനത്തിൽ മാത്രം ലഭിച്ചതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വിനോദസഞ്ചാര മേഖലയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിൽ റോഡ് നവീകരണവും പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നത്. കേരളത്തിലെ സംസ്ഥാന പാതകളും ജില്ലാ റോഡുകളും മികച്ച നിലവാരത്തിലാണ് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണത്തെക്കുറിച്ചുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് നേരിട്ടറിയിക്കാനുള്ള സൗകര്യം നടപ്പായതിനു ശേഷം റോഡുകളുടെ പരിചരണം മികച്ച രീതിയിൽ സാധ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.